നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ നന്മ നിറഞ്ഞ പ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് സ്വാഗതം. ഒരുമയോടെ ഒത്തുകൂടാം. ടീം യൂഫ്രട്ടിസിനെ റെപ്രസെന്റ് ചെയ്യുന്നു മിസ്റ്റർ നോയൽ ടെൻസിൽ ആൻഡ് നീന സ്റ്റെല്ല നോയൽ ഫ്രം സെയിന്റ് ഇഗ്നേഷ്യസ് ചർച്ച്, പുത്തൻതോപ്പ്, തിരുവനന്തപുരം. വെൽക്കം ടു ദ ഷോ. സ്വാഗതം. യെസ്, കം. അതല്ലേ, ഒരു പിക്ചർ ഉണ്ടാവും. ആ പിക്ചർ ഒരു 9 ബ്ലോക്സ് വെച്ച് ഇങ്ങനെ മറച്ചിരിക്കും. അത് നിങ്ങൾക്ക് ഇവിടെ വാളിൽ നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാൻ കഴിയും. അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും 4 ബ്ലോക്സ്, 1, 2, 3, 4 ബ്ലോക്സ് നമുക്ക് കമ്പ്യൂട്ടർ തന്നെ ഇറ്റ്സെൽഫ് നമ്മൾ പറയുമ്പോൾ അത് റിമൂവ് ചെയ്യും. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ, ബ്ലോക്സ് മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ബസർ അമർത്തുക, ആൻസർ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തെറ്റാണെങ്കിൽ, ഗസ് തെറ്റാണെങ്കിൽ -50 പോയിന്റ്സ് ഉണ്ട്. റൈറ്റ് ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 100 പോയിന്റ്സ്. ഇമേജ് മാസ്കിംഗ് റൗണ്ടിലെ ആദ്യ ചോദ്യം വരുന്നു. കമ്പ്യൂട്ടർ പ്ലീസ്. 1 മുതൽ 9 വരെയുള്ള ബ്ലോക്കുകളാണ്. അതിന് പുറകിൽ ഈ പറയുന്ന ഒരു വ്യക്തിത്വം ഒളിഞ്ഞിരിക്കുന്നു, ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നു. ഞാൻ ആദ്യം കമ്പ്യൂട്ടറിനോട് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് സ്വാഭാവികമായിട്ടും ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റും. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്പൺ ദ ഫസ്റ്റ് ബ്ലോക്ക്. ആദ്യ ബ്ലോക്ക് കമ്പ്യൂട്ടർ എടുത്ത് മാറ്റിയിരിക്കുന്നത് 4ാമത്തെ ബ്ലോക്കാണ്. ഒരു ചെവി വളരെ വ്യക്തമായിട്ട് കാണാം. മനസ്സിലായോ? എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു പുരുഷന്റെ ഫീലിംഗ് ആണ് എനിക്ക് ഇവിടെ നോക്കുമ്പോൾ. അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്. ഒരു പുരുഷന്റെ ചിത്രമാണ് എന്നൊരു ചിന്ത കാണുമ്പോൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിനോട് അടുത്ത ബ്ലോക്ക് മാറ്റാൻ ആർക്കും അതിൽ നിന്നും ഒരു ഉത്തരവും പറയാനില്ല. യെസ് രജനി. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്പൺ ദ സെക്കൻഡ് ബ്ലോക്ക്. ദ സെക്കൻഡ് വൺ. തീർച്ചയായിട്ടും അതൊരു പുരുഷനാണ്. ആരാണ് എന്നുള്ളതാണ്. ക്രിസ്തു ശിഷ്യനാണോ അതോ മറ്റേതെങ്കിലും ഒരു വിശുദ്ധനാണോ അറിയില്ല. ആർക്കും ഒന്നും പറയാനില്ല. ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്, റിമൂവ് ദ തേർഡ് ബ്ലോക്ക്. ദ തേർഡ് വൺ. ടീം യൂഫ്രട്ടിസ് ആണ് ബസർ അമർത്തിയിരിക്കുന്നത്. എന്താണ് ഉത്തരം? ഡോൺ ബോസ്കോ. ഡോൺ ബോസ്കോ. തേർഡ് ബ്ലോക്ക് മാറ്റിയപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. 4ാമത്തെ ബ്ലോക്ക് കൂടി മാറ്റാം. കമ്പ്യൂട്ടർ പ്ലീസ്. 4 ബ്ലോക്കുകളും റിമൂവ് ആയി കഴിഞ്ഞു. ഇപ്പൊ ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഏകദേശം ക്ലിയർ ആണ്. ഓക്കെ, അവർക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട്. അവരാണ് കുറച്ച് ഉത്തരം പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും കമ്പ്യൂട്ടറിനോട് ആവശ്യപ്പെടാം. കമ്പ്യൂട്ടർ പ്ലീസ് റിമൂവ് ഓൾ ദ ബ്ലോക്സ്. യെസ്, യുവർ ആൻസർ ഈസ് റൈറ്റ്. ഡോൺ ബോസ്കോ. You get 100 points. നമ്മൾ അടുത്ത ഇമേജ് മാസ്കിംഗ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. കമ്പ്യൂട്ടർ പ്ലീസ്. 9 ബ്ലോക്കുകൾ പതിവ് പോലെ നേരത്തെ വന്നതുപോലെ തന്നെ വന്നു കഴിഞ്ഞു. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്പൺ ദ ഫസ്റ്റ് ബ്ലോക്ക്. 1ാമത്തെ ബ്ലോക്ക് അത് മാറ്റിയിരിക്കുന്നത് 5ാമത്തെ നമ്പറിൽ നിന്നാണ്. ഒരു കൈ കാണാം വളരെ വ്യക്തമായിട്ട്. ഇതിൽ നിന്ന് ആരെങ്കിലും ഗസ് ചെയ്യുന്നു? അവരിൽ നിന്ന് ആർക്കും ആരെയും ഗസ് ചെയ്യാൻ സാധ്യതയില്ല അല്ലേ? യെസ്. കമ്പ്യൂട്ടർ പ്ലീസ് റിമൂവ് ദ സെക്കൻഡ് ബ്ലോക്ക്. ദ സെക്കൻഡ് വൺ. അതും റിമൂവ് ചെയ്തു. അതിൽ നിന്നും ഒരു ചലനവും ഉണ്ടാവുന്നില്ല. വളരെ വേഗമായിട്ട് ഒരു ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കൈ പിടിച്ച് അവിടെ ഞെക്കുന്നു. ടീം യൂഫ്രട്ടീസ് ചെറുതായിട്ട് ഒരു ചലനം, അവര് അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടായി തുടങ്ങുന്നു. ആരും ഒന്നും പറയാത്തത് കൊണ്ടും ബസർ ചെയ്യാത്തത് കൊണ്ടും. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്പൺ ദ തേർഡ് വൺ. തേർഡ് വൺ ടീം ടൈഗ്രിസ് ആണ് അത് ബസർ ചെയ്തിരിക്കുന്നത്. 3ാമത്തെ ബ്ലോക്ക്. ഇനി ഒരു ബ്ലോക്ക് കൂടി നമുക്ക് തുറക്കാൻ കഴിയുമായിരുന്നു. എങ്കിലും അതിനു മുമ്പ് തന്നെ അവര് അമർത്തി.
ഒരു റിസ്ക് എടുത്തിരിക്കുകയാണ്. മാതാവിന്റെ സ്വർഗാരോഹണം. മാതാവിന്റെ സ്വർഗാരോഹണം. മാതാവിന്റെ സ്വർഗാരോഹണമല്ല, ആരോപണം. സ്വർഗാരോഹണം ഈശോയുടെയാണ്. മാതാവിന്റെ സ്വർഗാരോപണമാണ്, അല്ലെ? ഉയർത്തപ്പെടുന്നതാണ് മാതാവ്. അതുകൊണ്ടാണ് ആരോപണം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇല്ല. സെയിന്റ് ഗബ്രിയേൽ അനൻസിയേഷൻ മാതാവിന് ഓക്കെ, മംഗളവാർത്ത പറയുന്നതായിട്ടാണ്. നിങ്ങൾക്ക് വല്ല സപ്പോർട്ട് ഉണ്ടോ? അത് നിങ്ങൾ ഒന്നിലും പെടാതെ നിൽക്കണം. ഒരു സ്വതന്ത്ര നിലപാടാണ് അതിൽ സ്വീകരിക്കുന്നത്. അപ്പൊ നമുക്ക് 4ാമത്തെ ബ്ലോക്ക് പ്ലീസ് കമ്പ്യൂട്ടർ. ഇത് 4ാമത്തെ ബ്ലോക്കാണ്. 4ാമത്തെ ബ്ലോക്ക് തുറക്കുമ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ടീം യൂഫ്രട്ടീസ്? യെസ്, ഓക്കെ. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ ബ്ലോക്കും മാറ്റി ഇത് തന്നെയാണോ, നിങ്ങൾ പറഞ്ഞ ഉത്തരമാണോ ശരി, മാതാവിന്റെ സ്വർഗാരോപണമാണോ അതോ മംഗളവാർത്ത അറിയിക്കുന്നതാണോ, അതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. കമ്പ്യൂട്ടർ പ്ലീസ് റിമൂവ് ദ ഓൾ ബ്ലോക്സ്. യെസ്, അത് മംഗളവാർത്ത തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ ആൻസർ ഇറ്റ്സ് റോങ്. ഓക്കെ, ടൈഗ്രസിന്റെ ഗസ് തെറ്റായത് കൊണ്ട് തന്നെ -50 പോയിന്റ്സ്. ശരിയുത്തരത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ അവസാനത്തെ ഇമേജ്, യുവർ ലാസ്റ്റ് ചാൻസ് ആണ് ഫസ്റ്റ് റൗണ്ടിൽ. നമ്മുടെ ഇമേജ് കമ്പ്യൂട്ടർ പ്ലീസ്. 9 ബ്ലോക്ക് 1 മുതൽ വീണ്ടും വന്നു കഴിഞ്ഞു. കമ്പ്യൂട്ടർ പ്ലീസ് റിമൂവ് ദ ഫസ്റ്റ് ബ്ലോക്ക്. യെസ്, ആദ്യ ബ്ലോക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്നൊന്നും വ്യക്തമല്ല, മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ഗസ് യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്പൺ ദ സെക്കൻഡ് വൺ. വളരെ നോക്കിയിരുന്നു, വളരെ കൗശലത്തോടെ. ആദ്യം ഉടുപ്പ് കണ്ട മാത്രയിൽ തന്നെ എന്തോ ഒരു ചലനം ഹൃദയത്തിലൂടെ കടന്നു പോയത് കൊണ്ട് ബസറിൽ തന്നെ കൈവച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ അമർത്തി. ഇത് 2ാമത്തെ പടം. അത് കൃത്യമായിട്ട് മുഖം തന്നെ തെളിഞ്ഞു. ആരെന്നാണ് ഈ മുഖഭാവം കാണുമ്പോൾ ടീം യൂഫ്രട്ടീസിന് മനസ്സിലാവുന്നത്? മോസസ്. ഇത് മോസസ് ആണ് എന്നാണ് മനസ്സിലാവുന്നത്, അല്ലെ? അടുത്ത ബ്ലോക്ക് കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം കമ്പ്യൂട്ടർ പ്ലീസ്. വടിയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു സാധ്യത ഏറി വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഒരു വടിയൊക്കെ കയ്യിലുണ്ട്. പക്ഷെ ഫോർത്ത് ബ്ലോക്ക്, യെസ്, ഒരു ഫലകം കയ്യിൽ കാണുന്നുണ്ട്. എങ്കിലും നമുക്ക് ക്ലിയർ അല്ല. ഫുൾ ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഞങ്ങൾക്ക് അറിയാം. കമ്പ്യൂട്ടർ പ്ലീസ്. 10 commandments. യെസ്, അത് മോശ. 10 commandments. അതാണ്. The answer, it's right. Good, very good. So you scored 100 points. നമുക്ക് ഇവിടെ ഒരു ഗായികയുണ്ട്. ആളുടെ പാട്ടൊന്ന് കേട്ടിട്ട് പോയാലോ? മോള് പാടില്ലേ? നന്നായി പാടുമെന്ന് കേട്ടു. രണ്ടുപേരും പാടും. രണ്ടുപേരും നന്നായിട്ട് പാടുന്നവരാണ്. ഓക്കെ, അപ്പൊ ഏതൻ തോട്ടത്തിൽ വന്ന് പാടാതെ പോകാൻ പറ്റില്ലല്ലോ. പാടോ? മോള് ഏത് പാട്ടാ പാടുന്നത്? Bless the Lord, O my soul. ഓക്കെ, എത്രയിലാണ് മോള് പഠിക്കുന്നേ? 8th-ലാണ്. ഓക്കെ, പേര് പറയൂ. Claire. ക്ലെയർ. അവളുടെ മൈക്ക് കൊടുത്തേ, അവള് പറയൂ നോക്കട്ടെ. പേര് പറയൂ. എന്താണ്? ഓക്കെ, അത് മോള് പറഞ്ഞാൽ മതി. എന്താ പേര് അവളുടെ? മോള് പറഞ്ഞു. Rose Natalia Noel. ഹായ്. ഹായ് പറയൂ അങ്കിളിനോട്. ഹായ്. വെരി ഗുഡ്, വെരി ഗുഡ്. മിടുക്കിയാണ് കേട്ടോ. അപ്പൊ 2 മിടുക്കുകളും ചേർന്നിട്ട് ഞങ്ങക്ക് വേണ്ടി പാടിത്തരുമോ? റെഡിയാണോ? ഇങ്ങോട്ട് നോക്കൂ. റെഡിയാണോ? ഗുഡ് ഗേൾ ആണ് കേട്ടോ. ചേർന്ന് പാടിക്കോളൂ. 2 പേരും ചേർന്ന് പാടിക്കോളൂ. Bless the Lord, O my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me, let me be singing
till the evening comes. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I'll worship your holy name. വെരി ഗുഡ്. നന്നായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി കേട്ടാ, മിടിക്കുക കേട്ടാ. വെരി ഗുഡ്. നമ്മൾ ഏദൻ തോട്ടം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ഏദൻ തോട്ടത്തിന്റെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമയോടെ ഒത്തുകൂടാം.